ഏറ്റവും ബഹുമാന്യനായ മാനേജർ സാർ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറെ, ഹെഡ് മിസ്ട്രസ് ആന്റണി സാറെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, മനസ്സിലുമുള്ള കുട്ടികളെ, മലബാറിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഇടവകയും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ വലിയ സ്കൂളും നമ്മുടെ ഈ പ്രദേശത്തിന് മാനന്തവാടി രൂപതയ്ക്ക്, മാനന്തവാടി കോർപ്പറേറ്റിന്, മാനന്തവാടിയിലെ സാധാരണ ജനങ്ങൾക്ക് എല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ നാനാജാതി മതസ്ഥരായ കുട്ടികളുണ്ട്. ആ കുട്ടികളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് നമ്മുടെ രാജ്യത്തിന്റെ, ഭാരതത്തിന്റെ വലിയ മഹനീയമായ സെക്യുലറിസം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു കലാലയമാണിത്. എത്രയോ ശക്തമായ സംഖ്യയാണ് കുട്ടികള് ഇവിടെ നമ്മുടെ രാജ്യത്തിലെ മതവിഭാഗങ്ങളിൽ നിന്നുള്ളത്. അധ്യാപകരുടെ ഒരു വലിയ ശൃംഖല തന്നെ ഉണ്ട്. ഈ ഇടവകയ്ക്ക് തന്നെ വലിയൊരു അഭിമാനമാണ് ഇത്രയും സ്ട്രെങ്തുള്ള, ഇത്രയും കുട്ടികളുള്ള ഒരു സ്കൂള് എന്ന് പറയുന്നത്. മാനേജറിന്റെ വാക്കുകളില്, ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പലിന്റെ വാക്കുകളിലൊക്കെ അതിന്റെ ഒരു തേജസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഈ പള്ളിക്കൂടത്തിന്റെ പേര് സെന്റ് ജോസഫ് എന്നാണല്ലോ. വേദപുസ്തകത്തിലെ, സുവിശേഷത്തില് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു പേരാണ് ജോസഫ് എന്നുള്ളത്. നിങ്ങളുടെ കയ്യിലും അധ്യാപകരും കുട്ടികളും എല്ലാം ജോസഫുമാര് പലരും കാണും. ജോസഫിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ ചിന്ത, അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരുന്നു. നല്ല ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്ന് മകനെ പഠിപ്പിച്ച ഒരു തൊഴില് ആശാരിപ്പണിയായിരുന്നു. നിങ്ങള് തൊഴിലാ കുട്ടികള് പടങ്ങളിലും പള്ളികളിലും രൂപങ്ങളിലും ഒക്കെ കണ്ടിട്ട് കാണും. യേശുപിതാവിന്റെ ഒരു പടം, ഒരു രൂപം എന്ന് പറയുന്നത് ഉണ്ണീശോയുടെ കയ്യില് ഒരു ചെറിയ മരക്കഷ്ണം കൂടെ പിടിച്ചുകൊണ്ടുള്ള ഒരു പടമാണ്. ആ പടം ഒരു വലിയ വിദ്യ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ അപ്പൻ മകനെ പഠിപ്പിച്ച ഒരു തൊഴില്, ആ വീട്ടിൽ ആ അപ്പന്റെ തൊഴിൽ തന്നെ ഈ മകനെ പഠിപ്പിച്ചെടുത്തു. ഏതൊരു വിദ്യാലയത്തിന്റെയും കടമ, ഉത്തരവാദിത്വം അതാണല്ലോ. ഈ സെന്റ് ജോസഫ് സ്കൂള് അതിന്റെ വ്യത്യസ്ത മാനങ്ങളില് എത്രയോ ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യ പകർന്ന് കൊടുത്ത വലിയൊരു കലാലയമാണ്. ഈ കലാലയത്തിലൂടെ കടന്നുപോകാൻ സാധിച്ച, നിങ്ങളുടെ പിൻപിൽ കടന്നുപോയ ആയിരങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സ്കൂളിന്റെ പ്രസക്തിയും. ഇപ്രകാരം ഒരു സെന്റ് ജോസഫ് സ്കൂള് ഈ മാനന്തവാടി കോർപ്പറേഷന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായിരുന്നു എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. കുട്ടികളുടെ കൂടിവരവ്, ഇതുപോലെ വലിയ സമ്മേളനം നമ്മൾ നടക്കുമ്പോൾ ഞാൻ ദീർഘമായ ഒരു പ്രഭാഷണം നടത്തുന്നില്ല. കുട്ടികളുടെ ഒരു സദസ്സില് ഒരുപാട് പ്രസംഗങ്ങൾ കുട്ടികൾക്ക് അരോചകത്വം ഉളവാക്കും. ഞാൻ ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസം തലമുറകളോടുള്ള ഒരു സംഭാഷണമാണ്. നിങ്ങളിവിടെ ഹയർ സെക്കൻഡറിയിലാണെങ്കിലും ഹൈസ്കൂളിലാണെങ്കിലും അതിന് താഴെയുള്ള ക്ലാസ്സുകളിലാണെങ്കിലും നിങ്ങൾ പഠിച്ച് വളർന്നു വലുതാകുമ്പോൾ നിങ്ങൾ വരാനിരിക്കുന്ന തലമുറയോട് നിങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങളിൽ രാഷ്ട്രീയക്കാരുണ്ടാകും, അച്ഛന്മാര് വരും, അധ്യാപകർ കാണും, വക്കീലന്മാര് കാണും, സാംസ്കാരിക നേതാക്കന്മാര് കാണും. അങ്ങനെയുള്ള വലിയൊരു വരാനിരിക്കുന്ന തലമുറയെയാണ് നിങ്ങളിൽ ഞങ്ങൾ കാണുന്നത്. നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ മാനേജരും എല്ലാം ഇവിടെ ആയിരിക്കുമ്പോൾ അവരുടെ വലിയൊരു പ്രത്യാശ നിങ്ങളാണ്. നിങ്ങൾ നല്ലതുപോലെ പഠിക്കുന്നു, നിങ്ങൾ നല്ലതുപോലെ വളരുന്നു, നിങ്ങൾക്ക് മൂല്യങ്ങൾ നൽകാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ അധ്യാപകർക്ക്
വിധേയരായി നല്ല സാംസ്കാരിക മൂല്യങ്ങൾ പഠിച്ചെടുക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് പെരുമാറാൻ കഴിയുന്നു. ഇതൊക്കെ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. ഈ അധ്യാപകര്, നിങ്ങള് അബ്ദുൽ കലാമിന്റെ കാര്യം പലപ്പോഴും നിങ്ങളുടെ അധ്യാപകരിൽ നിന്ന് കേട്ടിട്ട് കാണും. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു ഗോവണിപ്പൊടിയാണ്. നമ്മുടെ വീടുകളിലൊക്കെ രണ്ടാം നിലയ്ക്ക് നമ്മൾ ഗോവണി വെക്കാറുണ്ട്, സ്റ്റെപ്പിലാണ്. ഒരു അധ്യാപകൻ ഗോവണിപ്പൊടിയാണ്. ഈ കുട്ടികളെല്ലാം ആ ഗോവണിപ്പൊടി ചവിട്ടി കയറുകയാണ്. ആ ഗോവണിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകനേക്കാൾ മുന്നിലേക്ക് വലിയ സ്ഥാനങ്ങളിലേക്ക് കുട്ടികൾ പോവുകയാണ്. അതുകൊണ്ടാണ് അബ്ദുൽ കലാം സാറ് അധ്യാപകരെ ഗോവണിപ്പൊടി എന്ന് വിശേഷിപ്പിച്ചത്. തീർച്ചയായിട്ടും അതിലൂടെ നടന്ന് കയറി ഈ അധ്യാപകരുടെ ഗുണവിശേഷങ്ങള് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയവരാകാം. അധ്യാപകരെ കുറിച്ച് പറയുന്നത് ഒരു സമൂഹത്തിനും ആ അധ്യാപകരുടെ നിലവാരത്തിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതൊരു അലിഖിത നിയമമാണ്. ഈ കല്ലോടി പ്രദേശത്തിന്റെ പ്രത്യേകത ഈ ആന്റണി സാറിനേക്കാളും ഈ പ്രിൻസിപ്പലിനേക്കാളും മാനേജേഴ്സിനേക്കാളും ഹെഡ്മാസ്റ്ററിനേക്കാളും ഒക്കെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ഈ പ്രദേശത്തിന് സാധ്യമല്ല. അതാണ് അധ്യാപകരുടെ ഒരു പ്രത്യേകമായ ഒരു സവിശേഷത. ഒരു പ്രദേശത്തിന്റെ നിലവാരം നിർണയിക്കുന്നത് അവിടുത്തെ അധ്യാപകരാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം അതിനപ്പുറത്തേക്ക് പോകാനൊന്നുമില്ല. അത്ര വിശേഷപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ് സമൂഹത്തിലെ അധ്യാപകർ എന്ന് പറയുന്നത്. അധ്യാപകരെക്കാൾ നല്ല ഒരു ശുശ്രൂഷ വേറെ ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. നമുക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞ് കൊടുത്ത് പഠിപ്പിക്കുക എന്നതിനേക്കാൾ വലിയൊരു സേവനം ഒന്നും ഒരിടത്തും ഒരു ലോകത്തിനും ഇല്ല. നമ്മുടെ സംസ്കാരങ്ങളെ വളർത്തുന്നത്, തലമുറകളെ വളർത്തുന്നത്, ഭാവിയിലേക്കുള്ള പ്രത്യാശ നൽകുന്നതും ഒക്കെ ഈ സ്കൂളുകളിലൂടെയാണ്. ഈ അധ്യാപകര് തീവണ്ടിപ്പാളകൾ പോലെയാണ്. വണ്ടി പാളം തെറ്റാണ്ട് ഓടുന്നത് ഈ പാളമുഖം കൊണ്ടാണ്, ട്രെയിൻ തെറ്റിപ്പോകാതിരിക്കുന്നത്. ഈ അധ്യാപകര് ഇവിടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇവിടെ വരാനും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സന്തോഷമായിട്ട് നിങ്ങളെ ഇവിടേക്ക് അയക്കാനും സാധിക്കുന്നത്. ഈ ടീച്ചേഴ്സ് ആർ റെയിൽസ് എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിന്, ഓടുന്നതിന്, വളരുന്നതിനും ഒക്കെയുള്ള സംവിധാനമാണ് ഈ അധ്യാപകര്. നിങ്ങള് ഇത്രയും കുട്ടികള്, ഇത്രയും അധ്യാപകര് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ കോർപ്പറേറ്റിലെ ഇത്രയും ശക്തമായ ഒരു സ്കൂളാണ് ഇതെന്ന്. നിങ്ങളുടെ സ്ട്രെങ്ത് വളരെ വലുതാണ്. നിങ്ങളെ കാണുന്നത് തന്നെ ഞങ്ങൾക്കൊരു ആത്മീയ ഉണർവാണ്. ഞങ്ങൾക്കൊരു പ്രത്യേകമായ വെളിച്ചം കിട്ടുന്നത് പോലെയാണ്. നിങ്ങളാണ് ലോകത്തിന്റെ പ്രകാശമായിട്ട്, ഉപ്പായിട്ട് മാറേണ്ടത്. ഞങ്ങൾക്ക് ഉന്മേഷം നൽകുന്നത്, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളില് ഞങ്ങൾക്കൊരു തരണം ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നത് നിങ്ങളാണ്, കുട്ടികളാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇടവകയും ഈ കോർപ്പറേറ്റും ഇതുപോലുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഇടവക എത്രമാത്രം അതിനുവേണ്ടി പരിശ്രമിച്ചാലും ഒരു നഷ്ടവുമല്ല. മാനന്തവാടി കോർപ്പറേറ്റില് അനേകം സ്കൂളുകളുണ്ട്, ധാരാളം അധ്യാപകരുണ്ട്. വലിയൊരു മൂലധനം കോർപ്പറേറ്റ് മുടക്കിയിട്ടുണ്ട്. അത് ഈ ഒരു വലിയ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ്. കുട്ടികൾക്ക് വേണ്ടി എന്ത് മുടക്കിയാലും അതൊരിക്കലും നഷ്ടമല്ല. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാം. ഇതൊരു വലിയ കാർഷിക മേഖലയാണ്. നിങ്ങളുടെ വീടുകളിലെല്ലാം നിങ്ങളുടെ മാതാപിതാക്കള് പറമ്പിൽ കൃഷി എടുക്കുന്നവരാണ്. ഇന്ന് റബ്ബറിനും മറ്റും പാലായിലൊക്കെ ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. റബ്ബറിന്റെ വില പോയി ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഇവിടെ നിങ്ങളുടെ പറമ്പ് കൃഷി വ്യത്യസ്തമായ നാണ്യവിളകള്, പച്ചക്കറികള്, ഫലമൂലാദികളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വന്തം പറമ്പ് പരിചയപ്പെടണം. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും സ്ഥലമുണ്ട്. നിങ്ങളുടെ ചാച്ചന്, ഇച്ചാച്ചന്, ഉപ്പായിക്ക് പറമ്പും കൃഷിയുമുണ്ട്. നിങ്ങൾ അത് കണ്ട് പഠിച്ച് അവിടെ കൃഷി ചെയ്യാൻ പഠിക്കണം. കുട്ടികൾ പലപ്പോഴും, എനിക്കറിയാം, പാലായിലുള്ള കുട്ടികളോടും നിന്റെ ചാച്ചന്
എന്തുമാത്രം സ്ഥലമുണ്ടെന്ന് 10-20 വയസ്സുള്ള പിള്ളേരോട് ചോദിച്ചാൽ പോലും അവർക്ക് അറിയത്തില്ല. അത് വലിയൊരു പോരായ്മയാണ്. ഈ ഭൂമിയെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾക്ക് ദൈവം തന്ന ആ പറമ്പിനെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങളുടെ അച്ഛന്റെ കൂട്ടത്തിൽ അതിലെ ഇറങ്ങി നടന്ന് ആ കൃഷികൾ പഠിക്കണം. നിങ്ങൾ ആ പറമ്പില് കൃഷി ചെയ്യണം. അത് നിങ്ങളുടെ സ്വന്തം സ്ഥലമാണ്. നിങ്ങളുടെ ചാച്ചന്റെ അവകാശത്തിൽപ്പെട്ട സ്ഥലമാണ്. അത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അത് തരിശ ഭൂമിയായിട്ട് കളയരുത്. അങ്ങനെ കൃഷിയോട്, നാണ്യവിളകളോട്, പച്ചക്കറി കൃഷിയോട്, കുടുംബ കൃഷിയോട് ഒക്കെ നല്ല താല്പര്യമുള്ള മക്കളായിട്ട് വരണം. വയനാട്ടിലേക്ക് എന്തുകൊണ്ടാണ് വിയാരിച്ച് പറഞ്ഞല്ലോ, മീനച്ചിൽ താലൂക്കിൽ നിന്ന് വയനാട്ടിലേക്ക് വന്നത്? ഇവിടെ കൃഷി ചെയ്യാനുള്ള ഇടം, കൃഷി ഇടങ്ങള് ഉള്ളത് കൊണ്ടാണ്. കർഷണം എന്ന് പറഞ്ഞാല് കൃഷിഭൂമി എന്നാണ്, കൃഷി ഇടം എന്നാണ്. ഈ വയനാട് കർഷണമാണ്. മാനന്തവാടി വലിയൊരു കൃഷിയിടമാണ്. അവിടെ നിങ്ങൾ നല്ലതുപോലെ അധ്വാനിച്ച് അവിടെ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലങ്ങള് നിങ്ങൾക്കുള്ള ചെറിയ സ്ഥലത്ത് നിന്ന് 5 സെന്റ് ആകട്ടെ, 10 സെന്റ് ആകട്ടെ, 2 ഏക്കർ ആകട്ടെ, അവിടെ നിന്ന് വിളയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അത് നിങ്ങൾക്ക് ഈ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട്, ഈ മെലോഡി സ്കൂളിന്റെ വിദ്യാർത്ഥിനികളാവുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു കാര്യമായിട്ട് വേണം. അതുപോലെ തന്നെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ അമ്മച്ചിമാരുടെ കൂട്ടത്തിൽ വീട്ടിൽ അടുക്കളയിൽ നല്ലപോലെ കയറി പരിചയപ്പെടണം. അടുക്കള പരിചയമില്ലാത്ത പെൺകുട്ടികൾ ഒത്തിരിയുണ്ട്. കാപ്പി ഇടിക്കാൻ അറിയത്തില്ല, കാപ്പി ഉണ്ടാക്കാൻ അറിയത്തില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ല, നല്ലതുപോലെ കഴിക്കാൻ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നല്ല മെഡിക്കലായ പെൺകുട്ടികൾ ധാരാളം പേരിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്നും പറയണം, ഇന്ന് പാലായിൽ നിന്ന് ഒരു അച്ഛൻ അല്ലെങ്കിൽ പിതാവിലെ വന്ന് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞു. കൃഷി നടത്തണം, പച്ചക്കറി തോട്ടം നട്ടുപിടിപ്പിക്കണം, പെണ്ണുങ്ങളെല്ലാവരും അടുക്കള പരിചയപ്പെട്ട് അവിടുത്തെ പാചകം പഠിക്കണം. ഇതെല്ലാവരും ബേക്കറിയിൽ നിന്ന്, ചായക്കടയിൽ നിന്ന് കിട്ടുന്ന പലഹാരങ്ങളിൽ നിന്ന് പോവുകയാണ്. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു കുടുംബത്തിന്റെ അമ്മയാകേണ്ട കുട്ടികളാണ് നിങ്ങളെല്ലാവരും. നിങ്ങളത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ഒരുങ്ങാനും പഠിക്കാനും തയ്യാറാകാനും. അതുകൊണ്ട് അങ്ങനെ നല്ല തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം. ഞാനിത് തമാശയായിട്ട് പറയുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിങ്ങളുടെ ഈ സ്കൂളിൽ നിന്ന്, ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളൊരു ക്രിയേറ്റീവ് ഫോഴ്സ് ആയിട്ട്, നിങ്ങളൊരു ശക്തിയായിട്ട് ഈ മാനന്തവാടിയിൽ വളരണം. നിങ്ങൾ എത്രയോ 100 കണക്കിന് കുട്ടികളുണ്ട്. നിങ്ങളുടെ കൃഷിയിടങ്ങളും നിങ്ങളുടെ അടുക്കളയും അടുക്കള തോട്ടവും ഒക്കെ നിങ്ങൾ കൈയടക്കി അത് നിങ്ങളുടെ സ്വന്തമാണെന്ന് കണ്ട് മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറണം. അതുപോലെ നല്ല ശുദ്ധജല സംവിധാനത്തിലുള്ള കാര്യങ്ങള്, വെള്ളത്തിലേക്ക് കണ്ണു കിട്ടുന്നതെല്ലാം വലിച്ചെറിയരുത്. നിങ്ങളുടെയൊക്കെ വീടുകളില് കിണർ കാണും, ഓലി കാണും. അവിടെയൊക്കെ വേണ്ടാത്ത സാധനങ്ങളെല്ലാം വലിച്ചിടാനുള്ള ഒരു പ്രദേശമായിട്ട് എടുക്കരുത്. എക്കോളജി വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. നിങ്ങളുടെ ക്ലാസ്സുകളിലും സിലബസിലും ഒക്കെ കുറേയൊക്കെ ഉണ്ട്. നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിക്കാനും അതിലൂടെ ദൈവത്തിലേക്ക് എത്താനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കണം. അവസാനമായിട്ട് ഇത് മാനന്തവാടി കോർപ്പറേറ്റിന്റെ രൂപതയുടെ സ്കൂളാണ്. കത്തോലിക്ക സഭയ്ക്ക് ഒരു പ്രവർത്തന ശൈലി ഉള്ളത്. ഓരോ പള്ളിക്കും ഓരോ പള്ളിക്കൂടമുണ്ട്. ഓരോ പള്ളിക്കും ഓരോ പള്ളിക്കൂടമുണ്ട്. ആ പള്ളിക്കൂടത്തോട് ബന്ധപ്പെട്ട് വേണം നമ്മൾ എപ്പോഴും പെരുമാറാൻ. പള്ളി നൽകുന്ന ആ ഒരു വലിയ സംസ്കാരം, ആ സംസ്കാരമാണ് പള്ളിക്കൂടത്തിൽ നമ്മൾ എടുക്കേണ്ടത്. പള്ളിയിലൊന്ന്, പള്ളിക്കൂടത്തിൽ വേറൊന്ന് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇവിടെയുള്ള അച്ഛനെയും അച്ഛനെയും സിസ്റ്റർമാരെയും അധ്യാപകരെയും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ആ ക്രിസ്തീയ സംസ്കാരത്തിന്റെ ആ ഭദ്രത കൂടെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് മാനന്തവാടി കോർപ്പറേറ്റ് ഇങ്ങനെ ഒരു സ്കൂള് ഇവിടെ പണിതത് കൊണ്ടാണ് നിങ്ങൾക്കെല്ലാം പഠിക്കാൻ പറ്റില്ല. ആ ഒരു വലിയൊരു കാഴ്ചപ്പാട്, ക്രിസ്തീയത നൽകുന്ന ആ ഒരു നേതൃത്വത്തിന്റെ ആ മൂല്യങ്ങളുടെ ഒക്കെ ഒരു വിവേകം കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. അതിനുള്ള വലിയൊരു അവസരമായിട്ട് ഈ പഠനവും ഇവിടുത്തെ കൂടിവരവും ഒക്കെ നിങ്ങൾ പരിഗണനയിലെടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകരെ കുറിച്ച് ഇതിനോടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ പല അവസരങ്ങളിലും നിങ്ങൾ അവരെ ശ്രമിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ശ്രീമതി റീറ്റ, ശ്രീ എൻ വി ജോർജ്, ശ്രീമതി സിസിലി, സിസ്റ്റർ മേഴ്സി, മാത്യു കെ എം, ഈ അധ്യാപകര് ഇവിടെ വൃത്തനാട് നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ അധ്യാപകര് നിങ്ങളിലുള്ള മായാത്ത മുദ്ര അതാണ്. വിദ്യാലയം എന്ന് പറയുന്നത് വിദ്യയുടെ ഇരിപ്പിടമാണ്. വാസ്തവത്തിൽ വിദ്യാലയം എന്ന് പറയുന്നത് ഓരോ അധ്യാപകരുമാണ്, ഓരോ ടീച്ചറുമാണ്, ഓരോ അധ്യാപകരുമാണ് വിദ്യാലയം, വിദ്യയുടെ ഇരിപ്പിടം. അക്ഷരം എന്ന് പറയുന്നത് മങ്ങി പോകാത്തത് എന്നാണ് വാക്കിന്റെ അർത്ഥം. ക്ഷരമേൽക്കാത്തത്. നീ അക്ഷരം വല്ലതും പഠിച്ചോ? സ്കൂളിൽ പോകുമ്പോൾ ആദ്യത്തെ കുട്ടികളോടൊക്കെ നമ്മൾ ചോദിക്കും, നിങ്ങളുടെ മനസ്സില് ഹൃദയത്തില് അക്ഷരമായിട്ട് മങ്ങി പോകാത്തതായിട്ട് ക്ഷരമേൽക്കാത്തതായിട്ട് നിങ്ങൾക്കുണ്ടാകേണ്ടത് ഈ അധ്യാപകരാണ്. ഇവരെല്ലാം നിങ്ങളെ പഠിപ്പിച്ചു. എന്താണ് പഠിപ്പിച്ചത്? കുറെ പാഠപുസ്തകം പഠിപ്പിച്ചതല്ല, ജീവിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചു. നിങ്ങൾക്ക് ജീവിത വീക്ഷണങ്ങൾ നൽകാനായിട്ട് അവര് ഉത്സാഹിച്ചു, അവരതിനുവേണ്ടി പരിശ്രമിച്ചു. ആ ഒരു പരിശ്രമത്തിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മൂല്യങ്ങളാണ് കിട്ടുന്നത്. ടീച്ചർമാരിൽ നിന്ന്, സിസ്റ്റർമാരിൽ നിന്ന്, സാധാരണ അധ്യാപകരിൽ നിന്ന് അതിന്റെ നല്ല ഒരു മിക്സിങ്, ഒരു കൂടിവരവായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവർ വ്യത്യസ്ത വിഷയങ്ങളിൽ നൈപുണ്യമുള്ളവരാണ്. അവരെല്ലാം കാണുന്നതിനും പരിചയപ്പെടുന്നതിനും അവരുടെ ശിഷ്യന്മാരായിട്ട്, അവരുടെ മക്കളായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചതിൽ നിങ്ങളുടെ അഭിമാനം കൊള്ളുകയും ചെയ്യണം. അതുകൊണ്ട് ഈ അധ്യാപകര് ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അവർക്ക് റിട്ടയർമെന്റ് ഇല്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവരെന്നും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. ആ ഒരു ആദരവും ആ ഒരു ബഹുമാനവുമാണ് നിങ്ങൾക്ക് ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ സഹപ്രവർത്തകർക്ക് കൊടുക്കുവാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വലിയ സ്കൂളില്, ഈ പ്രദേശത്തിന്റെ ശിരസ്സായിട്ട് മനോഹരമായ ഒരു പ്രദേശമാണിത്. ഇത്ര വലിയ ഒരു സ്കൂള്, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, വലിയൊരു അഭിമാനമാണ് നമുക്ക്. ആ ഒരു ആദരവ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ, കുട്ടികളില് ഉണ്ടെന്ന് എനിക്കറിയാം. വളരെ സമർത്ഥരായ കുട്ടികള് നിങ്ങളുടെ പെരുമാറ്റ രീതിയിലും നിങ്ങളുടെ, ഞാൻ ഇവിടേക്ക് കയറി പോന്നപ്പോൾ നിങ്ങളെ ഒരുപാട് പേരെ കാണാൻ എനിക്ക് സാധിച്ചു. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പറ്റം കുട്ടികളാണ് ഇവിടെ. നിങ്ങളുടെ നല്ല മാതാപിതാക്കള്, സ്നേഹം തന്ന മാതാപിതാക്കള്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങളെ കാണുന്നത് തന്നെ ഞങ്ങൾക്കൊരു ഉന്മേഷമാണ്. ഞാൻ 2 മിനിറ്റ് പോലും നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ച് വന്നതല്ല. നിങ്ങളുടെ കുട്ടികള് ഇതുപോലെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. ഞാനിവിടെ വന്നപ്പോഴാണ് വിചാരിച്ച് പറഞ്ഞത്, കുട്ടികളും ഇവിടെ ഉണ്ട്, ആ കുട്ടികളെ കാണുന്നുണ്ട് എന്ന്. എനിക്ക് വലിയ സന്തോഷമായി, എനിക്ക് ആവേശമായി. നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ്. ഈ വയനാടിന്റെ അഭിമാനമാണ്. നിങ്ങളിലൂടെ ഈ പ്രദേശം എല്ലാ തലങ്ങളിലും വളർന്നു വരട്ടെ ഒരിക്കൽ കൂടെ ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ എന്റെ സഹപാഠിയായ പ്രിയങ്കരനായ പുള്ളിത്താനത്ത് അച്ഛന് ഇവിടെ വികാരിയായിട്ടുള്ള ഞാനാണ്. ഞങ്ങള് വൈദിക പരിശീലന കാലത്ത് ഒന്നിച്ച് പഠിച്ച് വളരെ നല്ല ഒരു മാസ്റ്ററായിരുന്നു അദ്ദേഹം. ഞങ്ങള് പലായിലും കോട്ടയത്തും ഒന്നിച്ച് പഠിച്ചു. പിന്നീട് റോമിലും ഏതാനും വർഷങ്ങൾ ഒന്നിച്ച് ആയിരിക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടി. അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായ ഒരു സമയത്ത് അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണ് ചെയ്തത്. നമ്മളത് അച്ഛനെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അദ്ദേഹം മാനന്തവാടി യുവതിക്ക് വലിയൊരു അസറ്റായിരുന്നു. പിതാക്കന്മാർക്ക് അദ്ദേഹത്തെ വലിയ താല്പര്യമായിരുന്നു. അദ്ദേഹം എപ്പോഴും ജനങ്ങളോടൊത്ത്, ജനങ്ങളുടെ കൂട്ടത്തില് നിന്നിരുന്ന ഒരാളാണ്. അങ്ങനെ ജനങ്ങളുടെ സ്വയം നല്ലതുപോലെ അറിയാമായിരുന്ന ഒരച്ഛനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന 5 അധ്യാപകരെയും ഒരിക്കൽ കൂടെ ഞാൻ ഓർക്കുന്നു. എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ബിഷപ്പ് അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും സമൃദ്ധമായിട്ട് ലഭിക്കുമാറാകട്ടെ.